നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ 2 സിനിമകളുടെ കുറച്ചധികം വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഇന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ്. കലാഭവൻ ഷാജോൺ എന്ന് പറയുന്ന നടനെ മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഒരുപാട് കോമഡി കഥാപാത്രങ്ങളിലൂടെയും വില്ലനായിട്ടും ഒക്കെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഈ ഒരു നടൻ്റെ ഒരു കരിയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസായിട്ട് ഒരുപാട് തവണ അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ വളരെ നല്ലവനായിട്ടുള്ളൊരു പോലീസായിട്ട് ഷാജോൺ ചേട്ടൻ എത്തുകയാണ്, അതും നായക നടനായിട്ട് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന ചിത്രത്തിലൂടെ. അപ്പോൾ ഷാജോൺ ചേട്ടന് എന്താണ് രാമചന്ദ്രനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. CID രാമേന്ദ്രൻ റിട്ടയർഡ് SI എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ പേരിൽ തന്നെയുണ്ട്. അദ്ദേഹം CID ആണ്. CID ആകുന്നതിന് മുമ്പ് ഇദ്ദേഹം SI ആയിരുന്നു. അദ്ദേഹം SI ആയിട്ട് റിട്ടയർഡായി. അപ്പം റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ചൂസ് ചെയ്തൊരു ജോബാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുക എന്നുള്ളത്. അത് തന്നെയാണ് ആ പേര്. ഇത് തന്നെയാണ് നമ്മുടെ സിനിമ പറയുന്നത്. ഇതിന് മുൻപ് നമ്മൾ CID കൂട്ടി പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. CID ഉണ്ണികൃഷ്ണൻ BA അതുപോലെ തന്നെ CID മൂസ. ഇതെല്ലാം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളാണ്. ഇപ്പോഴും നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുന്ന സിനിമകളാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് CID രാമേന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമ പറയുന്നത്. ഷാജോൺ ചേട്ടൻ്റെ കരിയർ ബെസ്റ്റ് പോലീസ് കഥാപാത്രം അത് ദൃശ്യത്തിലെ സഹദേവൻ തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. ഇനി സഹദേവനും രാമചന്ദ്രനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതിനെക്കുറിച്ച് ഷാജോൺ ചേട്ടൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ആക്ച്വലി ദൃശ്യത്തിലെ സഹദേവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ അല്ല ആക്ച്വലി. പക്ഷേ ഓപ്പോസിറ്റ് ലാലേട്ടൻ നിന്നതുകൊണ്ടും ലാലേട്ടനെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പരിപാടി ആയതുകൊണ്ടാണ് സഹദേവൻ നെഗറ്റീവായി പോയത് ആക്ച്വലി. പക്ഷേ ഇതിലെ രാമേന്ദ്രൻ അങ്ങനെയല്ല. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലിയോട് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോലീസ് ഓഫീസർ ഒരു 33 വർഷം താൻ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലിയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം റിട്ടയർമെൻറ്റിന് ശേഷം വെറുതെ വീട്ടിലിരിക്കേണ്ടി വരികയാണ്. വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഇദ്ദേഹം മാറിപ്പോവേണ്ട ഒരവസ്ഥ വരികയാണ്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയോട് ഉള്ളൊരു ഇഷ്ടം ഇദ്ദേഹത്തിന് മാറുന്നില്ല. ഇദ്ദേഹം പിറ്റേ ദിവസം രാവിലെ മുതൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി പോലീസ് സ്റ്റേഷനിലെ ആക്ടിവിറ്റീസ് നോക്കിയിരിക്കുക, മുമ്പുണ്ടായിരുന്നവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നൊരു കാര്യങ്ങളൊക്കെ. അതിനകത്ത് ഇദ്ദേഹത്തിന് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അത് കിട്ടുന്നില്ല, ഇദ്ദേഹത്തിന് മാറാൻ പറ്റുന്നില്ല. അപ്പം അത് തന്നെയാണ് ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ടൊരു കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഓപ്പോസിറ്റ് ലാലേട്ടൻ ആയതുകൊണ്ട് നമ്മളന്ന് നെഗറ്റീവായിപ്പോയി. ഇപ്പോൾ ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. വില്ലനായിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ ചെയ്ത് ഷാജോൺ ചേട്ടന് തന്നെ മടുത്തിട്ടുണ്ടാകാം. അപ്പോഴായിരിക്കും മേ ബി ഒരു നല്ല പോലീസായിട്ടുള്ള വേഷം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ ഷാജോൺ ചേട്ടൻ എന്താണ് തോന്നിയിട്ടുണ്ടാവുക? സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വെച്ച ഒരാളൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു, ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ നമുക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതുന്നു. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രൊഡ്യൂസർ തയ്യാറാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥ എന്നോടൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ചിലർ നമ്മളോട് വന്നൊരു കഥ പറയുമ്പോൾ നമുക്കറിയാം ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതി. ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്യുക, ഒരു ഡയറക്ടറാവുക അല്ലെങ്കിൽ റൈറ്റർ ആവുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഒരുപാട് പേര് വന്ന് നമ്മളോട് കഥ പറയാറുണ്ട്. ചിലർ വരുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഉള്ളിലൊരു ഫയറുണ്ട്. അത് ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല. അവരുടെ നമുക്ക് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുമ്പം നമുക്കത് പറഞ്ഞു തരുന്ന രീതിയൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവും, ഒരു നന്മ ഈ സിനിമയ്ക്ക് ഉണ്ടാവും, ഒരു പോസിറ്റീവ് വൈബ് ഈ സിനിമയ്ക്കുണ്ട് എന്നൊക്കെ നമ്മൾ ചിലർ വന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയ ആളുകളാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒക്കെ. സനൂപ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡ്യൂസറായ ഷിജു ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബുള്ളവരാണ്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടമുള്ള, മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ ആളുകളാണ് നമ്മുടെ ഒപ്പമുള്ള. ഇപ്പോൾ അനുമോളാണ് ഇതിനകത്തൊരു സെൻട്രൽ ലീഡ് ക്യാരക്ടറായിട്ടുള്ള അനുമോളാണ്. അതുപോലെ തന്നെ ബൈച്ചേട്ടനാണെങ്കിലും സുധീർ കരമനയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേരുണ്ട്. പ്രശാന്ത് മുരളി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ അസീസ് നെടുമങ്ങാടുണ്ട്, പ്രേംകുമാർ ഏട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടൊരു പോസിറ്റീവ് വൈബുണ്ട് നമുക്ക്. ഷാജോൺ ചേട്ടൻ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ലീഡ് റോൾസിലും അതേപോലെ തന്നെ പ്രധാന വേഷങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ടൈറ്റിൽ കഥാപാത്രമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു അവസരത്തിൽ എന്തായിരിക്കും ഷാജോൺ ചേട്ടന് തോന്നുന്നുണ്ടാവുക? ഇപ്പം നമ്മളെ വെച്ച് ഈ പറഞ്ഞതുപോലെ ലീഡ് റോൾ ചെയ്യിക്കാൻ വേണ്ടി ഇതിന് മുൻപ് പലരും വന്നിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വം അവരോട് തന്നെ പറയും ഈ സിനിമ ചെയ്തിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വെറുതെ പൈസ കൊണ്ട് കളയരുത്, നിങ്ങൾ ഈ സിനിമ ചെയ്യരുത്, ഇത്
ആർക്കും ഇഷ്ടാവില്ല, അത് തിയേറ്ററിൽ വർക്കാവില്ല. അപ്പോൾ നമുക്കിത് അറിയാൻ പറ്റും. ചില സിനിമകൾ ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്, നമ്മളോട് വന്ന് നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ സിനിമ കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ സിനിമ വന്നപ്പോൾ തന്നെ ഞാൻ ഇവരോട് ആദ്യം ഒരു ലൈന് സനൂപ് ഒരു ലൈൻ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സനൂപ് ഇത് നന്നാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്, നമുക്കിതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷവും ഈ സനൂപാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സനൂപ് ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കെന്തോ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു, ഇതാണ് ഈ സിനിമ, ഇങ്ങനെ വേണം ഈ സിനിമ, ഇന്ന ആളുകളായിരിക്കണം ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയെക്കുറിച്ചൊരു നല്ല ധാരണയുള്ള ഒരാൾ, പിന്നെ നല്ലൊരു പ്രൊഡ്യൂസർ നമുക്കൊപ്പം നിൽക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ സിനിമ തിയേറ്ററിൽ എത്രമാത്രം വിജയമാണ്, തിയേറ്ററിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ അത് ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. നാളെ നമുക്ക് പ്രേക്ഷകർ കണ്ടിട്ട് അവരാണ് അഭിപ്രായം പറയേണ്ടത്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമ കാണാനായി തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകരോട് ഷാജോൻ ചേട്ടന് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്, ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല. ഇതൊരു നല്ല സിനിമയാണ്, അതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരേ ഒരു ഉറപ്പ്. ഇപ്പം നമ്മളിങ്ങനെ വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മൾ അഭിനയിക്കുന്ന എല്ലാ സിനിമകളെക്കുറിച്ചും നമ്മൾ നല്ലതാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില സിനിമകൾ മാത്രമാണ് നമ്മൾ ഉള്ളിൽ നമുക്ക് 100% ഉറപ്പോടുകൂടി നമ്മൾ പറയുന്നത് ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അങ്ങനെ 100% ഉറപ്പോടുകൂടി 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് ഇതൊരു നല്ല സിനിമയായിരിക്കും, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് CID രാമേന്ദ്രൻ റിട്ടയർഡ് SI കാണണം പ്ലീസ്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നടി അനുമോളും എത്തുന്നുണ്ട്. തൻ്റെ കഥാപാത്രത്തെ പറ്റി അനുമോൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഊർമിള എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഊർമിളയാണ് ഇതിൽ കൊല ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു കംപ്ലീറ്റ് അന്വേഷണമാണ് ഈ സിനിമ. ഊർമിള എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന, സ്വന്തം കാര്യങ്ങൾ വളരെ ശക്തിയോടെ എവിടെയും വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് ഊർമിള എന്ന് പറയുന്നത്. അപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സൊസൈറ്റി എങ്ങനെയാണ് ആ സ്ത്രീയെ കാണുക, ബാക്കി എന്തൊക്കെയാണ് ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ ഊർമിള എന്ന് പറയുന്നത്. വളരെ സെലക്റ്റീവായി കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ആക്ടറാണ് അനുമോൾ. എന്തുകൊണ്ടായിരിക്കാം ഈ സിനിമ അനുമോൾ തിരഞ്ഞെടുക്കാൻ കാരണം? ഡെഫിനറ്റ്ലി ഇതിൻ്റെ കഥയും അത് പറയുന്ന ഒരു രീതിയും തന്നെയാണ് ആദ്യം അട്രാക്റ്റഡ് ആയ ഒരു കാര്യം ഈ സിനിമയിൽ. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഡയറക്ടർ വന്ന് സംസാരിക്കുന്ന സമയത്ത്. സനൂപ് സത്യ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടറാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം സിനിമയെ കാണുന്നൊരു രീതിയും സിനിമയോടുള്ളൊരു അപ്രോച്ചും ഈ കഥയോടുള്ള ഒരു ജെന്യുവിനിറ്റിയും സിനിമയോടുള്ള ഒരു പാഷനും ജെന്യുവിനിറ്റിയും ഒക്കെ തന്നെയാണ് എനിക്ക് രണ്ടാമത് ഈ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ഡെഫിനറ്റ്ലി നല്ലൊരു ടീമാണ്, നമുക്കിഷ്ടമുള്ള ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം നല്ല രസമായിരിക്കും ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യാൻ എന്നുള്ളൊരു തോട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഈ സിനിമയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. ചൂസ് ചെയ്യാൻ ഒരു കാരണം അതാണ്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SIയിൽ നിന്ന് പ്രേക്ഷകർ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്? മെയ് 24 നമ്മുടെ സിനിമ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI റിലീസാവുകയാണ്. അപ്പം ഒരു നല്ല സിനിമയായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. അത് മാത്രമല്ല ആ ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് സിനിമയുടെ കൂടെ ഈ ഒരു ലോകത്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ വരൂ, സിനിമ കാണൂ, നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. നല്ല ടീമാണ്, നല്ല കഥയാണ്, നല്ലൊരു സിനിമയുമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല. 24 തിയേറ്ററിൽ വരൂ, സിനിമ കാണൂ, നമ്മുടെ കൂടെ ഉണ്ടാവും. ഊർമിള അനുമോളുടെ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആകുന്നു? ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഈ ഐലിയും ഹാർട്ട് ബീറ്റും ഒക്കെ നടന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഊർമിള എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു ക്യാരക്ടറാണ്. ബട്ട് ഡെഫിനറ്റ്ലി അതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താ വെച്ചാൽ സ്വന്തമായി അഭിപ്രായമുള്ള ഒരു സ്ത്രീയാണ്. സ്വന്തം ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഊർമിള എന്ന് പറയുന്നത്. അതാന്ന് തോന്നുന്നു എനിക്കൊരു ഫാക്ടർ കോമൺ ആയിട്ട് പറയാൻ പറ്റുക. CID
രാമചന്ദ്രൻ റിട്ടയർഡ് എസ്ഐയുടെ കുറച്ചധികം വിശേഷങ്ങൾ ഇനി നമ്മളുമായി പങ്കുവയ്ക്കാൻ എത്തുന്നത് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള സനൂപ് സത്യനാണ്. എന്തുകൊണ്ടായിരിക്കാം ഇതിലെ ടൈറ്റിൽ കഥാപാത്രം ചെയ്യാനായി അദ്ദേഹം ഷാജോൻ ചേട്ടനെ തന്നെ തിരഞ്ഞെടുത്തത്? നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഷാജോൻ ചേട്ടൻ. അപ്പം അത് റിട്ടയർമെൻറ്റിന് ശേഷം ചെയ്യുന്ന ക്യാരക്ടറാണ്. നേരത്തെ പുള്ളി ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പോലീസ് വേഷത്തിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വർക്കൗട്ട് ആയതിനു ശേഷം ആദ്യം വന്നത് പുള്ളിയുടെ മുഖമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ സിനിമ സംഭവിക്കുമായിരുന്നു. എല്ലാ സിനിമയ്ക്കും ഒരു ജേർണി ഉണ്ടാകും. CID രാമചന്ദ്രൻ റിട്ടയർഡ് എസ്ഐയുടെ ജേർണിയെക്കുറിച്ച് ആക്ച്വലി ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ്. ഈ സ്ക്രിപ്റ്റ് ഒരു 10-17 ദിവസം കൊണ്ടുണ്ടായ സ്ക്രിപ്റ്റാണ്. ആക്ച്വലി ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 17 ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയത്. കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഷാജോൻ ചേട്ടനെ കാണുകയും രാവിലെ സ്ക്രിപ്റ്റ് ഷാജോൻ ചേട്ടനെ കണ്ട് സ്ക്രിപ്റ്റിൻ്റെ കാര്യം സംസാരിച്ചു. നമ്മളൊരു 1 ലൈനായിട്ട് പറഞ്ഞു, സ്ക്രിപ്റ്റ് കൊടുത്തു. അന്ന് ഷാജോൻ ചേട്ടൻ ഫ്രീ ആയിരുന്നു. അന്ന് വായിച്ചിട്ട് ഈവനിങ് ഒരു 6 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞു നമുക്ക് സിനിമ ചെയ്യാം. ഇപ്പോൾ ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് സിനിമകളുടെ കാലഘട്ടമാണല്ലോ. ഇനി രാമചന്ദ്രൻ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആണോ? തീർച്ചയായിട്ടും. ഇത് ഈ ക്യാരക്ടർ നമ്മൾ ഫോം ചെയ്തതിന് ശേഷം ഈ ക്യാരക്ടർ ഇങ്ങനൊരു ക്യാരക്ടറാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് തീരുമാനിച്ചതിന് ശേഷം ഈ ക്യാരക്ടറിന് ഏതൊക്കെ തരത്തിലുള്ള കഥകളിലൂടെ കടന്നു പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തീരുമാനിക്കും. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോലീസ് സഹായങ്ങൾ തേടുകയും റിട്ടയർമെൻ്റ് ആയിട്ടുള്ളതും പോലീസിലുള്ളതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരൊക്കെ പറഞ്ഞ പല കഥകളിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഈ സ്റ്റോറി ചെയ്തേക്കുന്നത്. CID രാമചന്ദ്രൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. ഇനി അടുത്തതായി ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുന്ന ലേറ്റസ്റ്റായി ഇറങ്ങാനിരിക്കുന്ന മലയാള ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അതിൻ്റെ ഡയറക്ടറും നായകനുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്മാർട്ട് ഫോൺ പ്രണയം, അപ്പം സിനിമ കംപ്ലീറ്റ്ലി ഒരു ലവ് സ്റ്റോറി ആയിട്ടുള്ള ഒരു ഫിലിമാണോ? ലവ് സ്റ്റോറിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാറ്റഗറി എന്ന് പറയുന്നത് സസ്പെൻസ് ത്രില്ലറാണ്. സ്മാർട്ട് ഫോണിൽ 2 പേര് പ്രണയിക്കുന്നു, അവർ മീറ്റ് ചെയ്യുന്നു, അതിനുശേഷം നടക്കുന്ന സംഭവകരമായ കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം. അത് സന്തോഷമായിട്ട് ജീവിക്കുന്ന മറ്റൊരു ഫാമിലി, മാരീഡ് കപ്പിളിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് അടുത്തത്. പിന്നെ അതിന് തുടർന്ന് വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും വരുന്ന ക്ലൈമാക്സിലായിരിക്കും ഇതിൻ്റെ സസ്പെൻസ് അറിയുന്നത് എന്താണ് സംഭവിച്ചത്. ഓക്കെ, ഇനി ഹീറോസിൽ ഒരാളായ പ്രിൻസിലേക്ക് വരാം. പ്രിൻസിന്റെ ഫസ്റ്റ് ഫിലിമാണോ ഇത്? ഐ മീൻ, എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് പ്രിൻസ് എത്തിയത്? ഇതെൻ്റെ ലീഡ് റോളിൽ നിന്ന് ഫസ്റ്റ് മൂവിയാണ്. ഓരോ നിമിഷവും നമ്മൾ എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഷൂട്ടിംഗ് ഡേ തൊട്ട്, സെലക്ട് ചെയ്ത ഡേ തൊട്ട് ഈ മൊമെൻ്റ് വരെയും ഫുള്ളി എക്സൈറ്റ്മെൻ്റ് ആണ്. വളരെ സന്തോഷം. ആക്ച്വലി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് കൂളായിട്ടായിരുന്നു. വളരെ നന്നായി പോയി. എങ്ങനെയാണ് പ്രിൻസ് അപ്പം ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്നത്? ലൈക്ക് കാസ്റ്റിംഗ് കോൾ വഴിയാ? കാസ്റ്റിംഗ് കോൾ വഴി. ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു, സാറിൻ്റെ ഒരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. സോ അതുവഴിയാണ് സെലക്ട് ആയത്. അപ്പോൾ അതിനുശേഷം സിനിമയിൽ എത്തിപ്പെട്ടു. വളരെ സ്മൂത്തായി കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഇനി ഒരുപാട് പ്രോജക്ട്സ് ഇതേപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. സാറിന്റെ ഡെബ്യൂ ഡയറക്ഷൻ ആണോ ഈ സിനിമ? എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ് കേരളത്തിൽ. ഞാൻ US-ലാണ് സിനിമ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തിരുന്നു. അത് ഫിനിഷ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അപ്പോൾ കൊറോണ സമയത്തൊക്കെ ഇത് റിലീസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഹോൾഡായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞു. അത് മർഡർ മിസ്റ്ററിയാണ്. എൻ്റെ ഫേവററ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് റൊമാൻസ് അല്ലെ മർഡർ മിസ്റ്ററി അല്ലെ ക്രൈം ത്രില്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ, കാണാനും ചെയ്യാനും ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു മിക്സ്ചർ ആണോ ഈ സിനിമ? അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമ അവിടെ സക്സസ്ഫുൾ ആവില്ല. എങ്കിലും ഇതിന്റെ ഒരു ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് അമേരിക്കയിലും കേരളത്തിലുമാണെന്ന്. ഇതിന്റെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് കൊച്ചി, വാഗമൺ, അതായത് പ്രണയ സോങ് എടുത്തിരിക്കുന്ന അത് വാഗമണിലാണ്. വാഗമണിലെ ബ്യൂട്ടിഫുൾ നേച്ചറിലാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സീൻ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ചെറിയ റോള് ഞാനും എൻ്റെ പ്രൊഡ്യൂസർ ആൻഷ റോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി സ്പൈസ് അപ്പ് ചെയ്യാൻ വേണ്ടി നല്ലതായിരിക്കും അത് എന്നുള്ളതാണ് വന്നിട്ടുണ്ട് അല്ലേ? ഓൾറൈറ്റ്. അപ്പം പ്രിൻസിൻ്റെ കഥാപാത്രത്തെ പറ്റിയിട്ട് നമ്മളോടൊന്ന് പറയുമോ? എന്താണ് ഇതിൻ്റെ വേഷം, എങ്ങനെയാണ് ലൈക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ളത്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജോജി എന്നാണ്. ഇതിനകത്ത് 2 ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളിലാണ് സ്റ്റോറി ലൈന്. അപ്പോൾ അതിനകത്തൊരു ഫാമിലി മെമ്പറാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു ത്രൂ ഔട്ട് പോകുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. സർ, ഇപ്പോൾ ഈ സിനിമയിൽ 2 ഹീറോസും 2 ഹീറോയിൻസും ഉണ്ടല്ലോ. അപ്പം അവരുടെ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? അത് അടുത്ത ഹീറോ എന്ന് പറയുന്നത് ഹേമന്ത് മേനോനാണ്. ഹേമന്ത് മേനോൻ ഹീറോ ആയിട്ട് വരികയാണ്. അപ്പോൾ അതിനകത്ത് 3 ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ആ ഹീറോ ചെയ്യുന്നത്.
അപ്പം അത് ഏത് ക്യാരക്ടറാണ് ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ആ ത്രില്ല് പോവും. കാരണം അതാണ് ക്ലൈമാക്സിലാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ ആ ഒരു 3 ക്യാരക്ടർ ലെവല് ഹേമന്ത് മേനോൻ നല്ലതുപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 സോങ്ങുകൾ മലയാള സോങ്ങുകളിലുള്ളത്, 2 സോങ്ങുകളിലും ഒരേ നായികയാണ്. അതാണ് അതിൻ്റെ കഥയുടെ ആ ട്രിക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ ഒരേ നായിക വന്നു എന്നുള്ളത് അതിനകത്ത് കഥയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ രസം. പിന്നെ വേറെ 2 പാട്ടിൽ ഒരു പാട്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. ഞങ്ങളവിടെ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു സ്പീറ്റിൽ ഒരു കംപ്ലീറ്റ് അത് പാടിയിരിക്കുന്ന നീന മാർട്ടിനസ് എന്നുള്ള അമേരിക്കക്കാരിയാണ്. അതെ, നീന മാർട്ടിനസ്. പിന്നെ അതുകൂടാതെ ഒരു ഇറാൻ അമേരിക്കൻകാരി ചെയ്തിരിക്കുന്ന അസൻ ഫഹിമി. അങ്ങനെ ആ ഒരു 2 പാട്ടും പിന്നെ ഈ മലയാളം 2 പാട്ടും, അങ്ങനെ 4 പാട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഇതിനകത്ത് ഹേമന്ത് മേനോൻ എന്ന് പറയുന്ന ഒരു നടനെ നമുക്ക് ഇതിനു മുമ്പും സിനിമകളിൽ കൂടെ അറിയുന്നതാണ്. പക്ഷെ ബാക്കിയുള്ള 3 കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് എന്തുകൊണ്ട് അപ്പോൾ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ ഒന്നും ഓപ്റ്റ് ചെയ്തില്ല? ലീഡിൽ ഹേമന്തിനെ അറിയാം, പ്രിൻസ്, അശ്വതി അശോക്, നയനെ അറിയാമെന്ന് തോന്നി. നയന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവർ 2 പേരുമാണ് പുതുതായിട്ട് വന്നത്. അപ്പം ഇവരെ ഞാൻ ഓഡീഷൻ ചെയ്യുമ്പോൾ അവർ ഒരുവിധം ഭംഗിയായി എനിക്ക് തോന്നി. അപ്പം അത് എനിക്ക് ഇപ്പം എസ്റ്റാബ്ലിഷ്ഡായ ആൾറെഡി പോപ്പുലറായ നടന്മാർ തന്നെ നടിമാർ വേണമെന്നുള്ളൊരു നിർബന്ധബുദ്ധിയില്ല. എല്ലാവരും ആദ്യം പുതിയ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടാണ് ഇന്നത്തെ എല്ലാ നടന്മാരും നടിമാരും എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരും പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റിന് ചാൻസ് ആരും കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും ഒരു ചാൻസ് ഇല്ലാതെ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതുപോലെ തന്നെയാണ് ഞാൻ ആരതി പൊടിയെ പാട്ടിനെടുത്തത്. ആദ്യത്തെ പാട്ടാണ്. പ്രിൻസ് എങ്ങനെയാണ് ഇതിനു മുമ്പ് ഒരു മൂവി ആസ്പിറന്റ് തന്നെയായിരുന്നു അതോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമായിരുന്നോ? ഞാൻ കുറച്ച് കാലം മുന്നേ മൂവിയുടെ പിറകിലായിരുന്നു. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. പിന്നെ അപ്പോൾ ആ സ്ട്രഗിളും കഷ്ടപ്പാടുകൾക്കും ശേഷം നമുക്ക് അതുകൊണ്ട് ശരിയായിട്ട് വന്നില്ല, ചാൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനൊരു സമയമായപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നപ്പോഴത്തെ അവിടെ ക്വിറ്റ് ചെയ്തിട്ട് നമ്മൾ ജോബ് ഞാൻ വർക്ക് ചെയ്യുന്നത് IT ആണ്. അപ്പം ആ ഒരു ബേസിലേക്ക് പോയി. പിന്നെ അതിനുശേഷം നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും പിന്നെയും ഓക്കെ കുറച്ച് സെറ്റിലായതിനു ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ എന്ന അവസ്ഥ ഇരുന്നപ്പോഴാണ് സാറിൻ്റെ ഓഡീഷൻസ് ഉണ്ട്. ഞാൻ കുറേ ഓഡീഷൻസ് നോക്കി പിന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്രണ്ട് വഴി സാറിൻ്റെ അറിഞ്ഞു. അങ്ങനെ പങ്കെടുത്തു. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുന്നു. ആൻഡ് ഫൈനലി ഇപ്പോൾ എന്ത് തോന്നുന്നു? ഫൈനലി വളരെ സന്തോഷം. കാരണം നമ്മളിങ്ങനെ ആഗ്രഹിച്ചൊരു സാധനം, പണ്ട് തൊട്ടേ ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. സർ, ഞാൻ ഇനിയിപ്പം പ്രിൻസിനെ ഇവിടെ നിന്ന് മാറ്റി ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രിൻസ് ഫോർ ജോയിനിങ് അസ്. വിഷിംഗ് യു ഓൾ ദ ഗുഡ് ഫോർ ദ മൂവി. താങ്ക് യു. വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. അപ്പം നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ പ്രണയത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള പ്രശാന്തുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. പ്രശാന്ത്, വെൽക്കം ടു സെല്ലുലോയിഡ്. പ്രശാന്തിനെ ആക്ച്വലി എനിക്ക് ഇതിനു മുമ്പ് അറിയുന്നതാണ്. നമ്മളൊരു ഇൻ്റർവ്യൂവിന് മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊരു ആൽബം സോങ്ങിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടായിരുന്നു പ്രശാന്ത് എൻ്റെ മുമ്പിലിരുന്നത്. ഇപ്പോൾ ഇതാ ഒരു സിനിമയിലെ സംഗീത സംവിധായകനായിട്ട് മുന്നിലിരിക്കുന്നു. അപ്പം പേഴ്സണലി ഈ ഒരു ഗ്രോത്ത് കണ്ടതിൽ ഐ എം സോ ഹാപ്പി ഫോർ യു. എന്താണ് പ്രശാന്തിന് തോന്നുന്നത്? ലൈക്ക് ഫൈനലി ഒരു സിനിമയുടെ സംഗീത സംവിധായകനായിരിക്കുകയാണ്. ഭയങ്കര നമ്മൾ ഇപ്പം മ്യൂസിക്കൽ ജേർണി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഗ്രോത്ത് തന്നെയാണല്ലോ ആരായാലും. അപ്പം അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിലും പുതിയ മ്യൂസിഷ്യൻസിനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും സാധനപ്പോഴുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നതിലും നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു പ്രശാന്തിൻ്റെ ഒരു ക്രിയേഷനെ പറ്റിയിട്ട് പ്രശാന്തിനോട് തന്നെ ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ചേൾ സാറിനോട് ഒരു ആസ് എൻ ഓഡിയൻ മേ ബി ഒന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെയുണ്ട് സാർ ഇതിലെ പാട്ടുകളൊക്കെ? 2 പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളത്, 2 പാട്ടുകൾ എഴുതിയത് ഞാൻ തന്നെയാണ്. ഞാനത് ഒരു ആവറേജ് ഒരു വേഗ് ഐഡിയയിൽ ഒരു ട്യൂൺ കൊടുത്തിരുന്നു. ഇതുപോലെയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അത് മോഡിഫൈ ചെയ്ത് അത് നല്ല പരമകലാകാരമായി റെഡിയാക്കി എടുത്തു. അപ്പോൾ എന്നിട്ട് അതിനെ കേൾപ്പിച്ചു. അതെനിക്ക് നന്നായിട്ട് തോന്നി. അത് 2 പ്രണയരംഗത്തിലുള്ള ഒരു പാട്ടാണ്. 2 പേരും വെക്കേഷന് പോകുന്ന സംഭവത്തിൽ നടക്കുന്ന ഒരു പാട്ടാണ്. ഒന്ന് നമ്മൾ വാഗമണ്ണിൽ ചെയ്തത്, മറ്റേത് കൊച്ചിയിലൊരു സ്പോട്ടിൽ തന്നെയാണ് അത് ചെയ്തത്. സോ പ്രശാന്ത്, അധികം മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സിന് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് പ്രശാന്തിന് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു പാട്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് സിംഗറാണ് പാടുന്നത്. അല്ല, അതില് ഈ 4 പാട്ടുകളിൽ 2 പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തത് മലയാളം. ബാക്കി 2 പാട്ടും പുറത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പം സർ അതെന്തായിരുന്നു അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ലൈക്ക് അവിടുത്തെ ഒരു സിംഗറിനെ കൊണ്ട് പാടിക്കാനായിട്ട്? കാരണം ആ സീൻ അങ്ങനെയാണ്. കാരണം ഇവിടുന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ ഞാൻ ഇവിടുത്തെ തന്നെ ഒരു
സൈബർ ക്രൈം സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ വെക്കേഷന് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ എവിടെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഒരു ഫയൽ തപ്പി തരാമോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവത്തിൽ ഞാൻ അതിനകത്ത് ആ സമയത്ത് ഞാനൊരു നല്ല പാർട്ടിയിലാണ്. അതുകൊണ്ടാണ് ആ പാർട്ടി സോങ്ങിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നതായിട്ടൊരു സീനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം അതിനകത്തൊരു ചെറിയ മെസ്സേജ് കൊടുക്കുന്നത്, ഇതിനകത്ത് മൊത്തത്തിൽ ഈ സിനിമ മൊത്തം സോഷ്യൽ മെസ്സേജുകളുണ്ട്. അപ്പോൾ അതിനകത്ത് മെസ്സേജ് കൊടുക്കുന്നത് ആ ഒരു ജോലി എടുക്കുന്ന ആൾ എല്ലാ തരത്തിലും എപ്പോഴും ആക്റ്റീവായിരിക്കണം. അത് പാർട്ടി എന്നുള്ളതല്ല, ഒരു കോള് വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അത്രയും ഒന്ന് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ പാട്ട് അവിടെ വന്നത്. പിന്നെ രണ്ടാമത്തെ പാട്ടെന്ന് പറയുന്നത് അത് ഇവിടെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയിലെ ഒരു സോങ്ങാണ്. അത് ഈ രണ്ടുപേരെ പാടിയിരിക്കുന്നത്. അത് ആ പാട്ടെന്ന് പറയുന്ന അതാണ് ഈ സിനിമയുടെ ടേണിംഗ് പോയിൻ്റായിട്ട് മാറുന്നത്. സാർ, ഇപ്പോൾ സായ്കുമാർ സാറിനെ പോലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സും ഈ സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് പോസ്റ്ററിൽ കാണാം. അപ്പം അദ്ദേഹത്തിൻ്റെ വേഷത്തെ പറ്റി ഒന്ന് പറയുമോ? സായ്കുമാർ ചെയ്യുന്ന വേഷം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ചീഫാണ്. അദ്ദേഹത്തിന് മാത്രമാണ് കൂളായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈ എൻഡിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ വേണം അത്തരം ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്ത് കണ്ടുപിടിക്കാനോ ചെയ്യാൻ. അല്ലാതെ പെട്ടെന്ന് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ധൈര്യത്തോട് വരുന്നതാണ്, ചെയ്തോ ഞാൻ പറയുന്ന പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ സായ്കുമാറിന് ആ വേഷം കിട്ടുന്നു. സോ പ്രശാന്ത്, ഇതിൽ ഒരു പാട്ട് ആരതി പൊടിയും വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത് പറഞ്ഞല്ലോ. നെക്സ്റ്റ് സോങ് ആരാ പാടിയിരിക്കുന്നത്? നെക്സ്റ്റ് സോങ് ശ്രീകാന്ത് ഹരിഹരൻ, നമ്മുടെ പുള്ളിയും മൃദുല ചേച്ചി, മൃദുല വാര്യർ. ഓക്കെ, അതും ഒരു ലവ് ട്രാക്ക് തന്നെയാണ്. ആണ്. അപ്പം നന്നായിട്ട് പാടുന്ന ഒരു സിംഗർ കൂടിയാണല്ലോ പ്രശാന്ത്. പ്രശാന്ത് എന്നാണ് പാടാണ്ടിരുന്നത്? അല്ല, അത് നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വോയിസ് ഉണ്ടാവുമല്ലോ. മീൻസ് ഇപ്പം ഈ പാട്ട് ഇന്ന ആൾ പാടിയ രസമായിരിക്കും. അപ്പം പിന്നെ അത് ആ വോയിസ് വന്നാലേ നമുക്കതൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഞാൻ പാടിയ ചിലപ്പം ഇപ്പം മീനാക്ഷിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പം ഞാൻ പാടണമെന്നുണ്ട്, കുറച്ച് വർഷങ്ങളൂടെ കഴിയട്ടെ. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ സോങ് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടാമോ? അഴകായിൻ്റെ അരികിൽ വരുമോ നീ ചാരേ, തരിരേ തരി തരിരേ തരിരേ തരി താരേ, താരിരേ 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 താരി തരിരേ തരിരേ താരേ താരിരേ. വാവ്, താങ്ക് യു സോ മച്ച്. അപ്പം ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രേക്ഷകരിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടട്ടെ എന്ന് തന്നെ തീർച്ചയായിട്ടും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പുതിയ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെലലോയ്. ബൈ.